ഇടുക്കി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് സമീപം ദുർഗന്ധം സഹിക്കവയ്യാതെ മൂക്കുപൊത്തി രോഗികളും കൂട്ടിരിപ്പുകാരും. കെട്ടിടത്തിന് മുന്നിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. രോഗികൾ ഉൾപ്പെടെ നടന്നു കയറുന്നത് മലിനജലം ചവിട്ടിയാണ്. 24 എക്സ്ക്ലൂസീവ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് മുൻപിലെ സെപ്റ്റിക് ടാങ്കാണ് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്. മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പരിസരം. ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ, കൂട്ടിരിപ്പുകാർ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മലിനജലം ചവിട്ടാതെ പോകാൻ കഴിയില്ല. സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുമല്ലേ, ഇവിടെയാണെങ്കിലും ഇവിടുത്തെ സ്ത്രീകളൊക്കെ തുണി ഉണങ്ങാനും അത് അലക്കി ഇവിടെ കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ആരും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കരാർ കമ്പനിയായ കിറ്റ്കോ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചത്. സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. കിറ്റ്കോയുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്ക് നയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പര്യാപ്തമായ സെപ്റ്റിക് ടാങ്ക് അല്ല നിർമ്മിച്ചതെന്ന് ആദ്യം മുതൽ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.